എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. വിവാഹപ്രായമായ സുഹൃത്തുക്കൾ വിവാഹം കഴിക്കുന്നത് വിവാഹം കഴിച്ച ജീവിത പങ്കാളിയോടൊപ്പം ജീവിതകാലം മുഴുവനും സന്തോഷകരമായി ജീവിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ്. പക്ഷെ പലവരുടെയും ജീവിതം സബലീകരിക്കാൻ സാധിക്കാതെ പോകുന്നു എന്നുള്ളതാണ്. വിവാഹം കഴിച്ച ജീവിത പങ്കാളി ഒരു അതിഥിയെപ്പോലെ വന്നു പോവുകയാണ് ചെയ്യുന്നത്. 1-2 മാസം മാത്രം കൂടെ ജീവിച്ചുകൊണ്ട് പിന്നീട് അവരുടെ കൂടെ ജീവിക്കാൻ താല്പര്യം കാണിക്കാതെ ഓരോ ദേഷ്യവും വാശിയും അവർ തന്നെ സ്വയം ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കാണിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, നിങ്ങൾ വിവാഹം കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിത അവസാനം വരെയും പിന്നീട് നിങ്ങൾ ജീവിക്കുന്നത് ഭർത്താവിനോടൊപ്പമാണ്. ഭർത്താവിൻ്റെ വീടാണ് നിങ്ങളുടെ വീട്. അവിടെയാണ് സന്തോഷകരമായി തുടർന്നുള്ള ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അല്ലാതെ അവിടെ ദേഷ്യവും വാശിയും വൈരവ്യമൊക്കെ കാണിച്ചിട്ട് ആ ജീവിതം കളയുവാനുള്ളതല്ല, വെറുതെ പാഴാക്കി കളയാനല്ല നമ്മൾ വിവാഹം കഴിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ വിവാഹം കഴിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? വിവാഹം കഴിക്കാതെ അങ്ങനെ ഇരുന്നാൽ പോരെ? അപ്പോൾ ഒരു കുടുംബ ജീവിതം നല്ല രീതിയിൽ ജീവിക്കാനായിട്ടാണല്ലോ ഓരോരുത്തരും വിവാഹം കഴിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ രീതിയിൽ സന്തോഷകരമായി ജീവിക്കുക. അല്ലാതെ അവിടെ ദേഷ്യമോ വാശിയോ പിണക്കങ്ങളോ കാണിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്തൊരു വിശേഷം നടക്കുകയാണെങ്കിൽ അവിടേക്ക് പോകണം പറഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾ വാശി കാണിക്കുന്നത്. പക്ഷേ എല്ലാ സാഹചര്യങ്ങളിലും നിങ്ങളുടെ നാട്ടിൽ നടക്കുന്ന വിശേഷങ്ങൾക്കോ നിങ്ങളുടെ വീട്ടിലേക്കോ ആഴ്ചയിൽ പോകണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സാധിച്ചു എന്ന് വരില്ല. അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. അതേപോലെ ഓരോ വിശേഷങ്ങളും എല്ലാം നിങ്ങൾ പങ്കുകൊള്ളേണ്ടതും, കല്യാണമാണെങ്കിലും കാതുകുത്താണെങ്കിലും എല്ലാം ഭർത്താവിൻ്റെ വീട്ടിനടുത്തുള്ള വിശേഷങ്ങൾക്കും അവിടെ നടക്കുന്ന കല്യാണങ്ങൾക്കുമൊക്കെയാണ് പിന്നീട് നിങ്ങൾ വിവാഹം കഴിഞ്ഞാൽ പോകേണ്ടത്. കാരണം പിന്നീട് നിങ്ങളുടെ തുടർന്നുള്ള ജീവിതം, നിങ്ങളുടെ ജീവിതാവസാനം വരെയും ഭർത്താവിൻ്റെ വീട്ടിലാണ്. അപ്പോൾ അവിടെയാണ് പിന്നെ നിങ്ങൾ ആക്റ്റീവായി എല്ലാ ഇടങ്ങളിലും പോകേണ്ടിടത്തൊക്കെ പോകേണ്ടതും സന്തോഷകരമായി എല്ലാവരുമായി പെരുമാറുകയും എല്ലാം ചെയ്തുകൊണ്ട് നല്ലൊരു ജീവിതം ജീവിക്കേണ്ടത് അവിടെയാണ്. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അല്ലാതെ ഒരു ജീവിതം എന്ന് പറയുന്നത് ഞാൻ വിവാഹം കഴിച്ചു, എൻ്റെ കഴുത്തിൽ താലിയുണ്ട്, ഞാൻ ഭർത്താവിനെ ജീവന തുല്യമാണ് സ്നേഹിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഭർത്താവിനോടൊപ്പം ജീവിക്കാതെ 1-2 മാസം മാത്രം കൂടെ ജീവിച്ചുകൊണ്ട് നിങ്ങളുടെ വീട്ടിലേക്ക് പോകാൻ അയക്കുന്നില്ല, ആഴ്ചയിൽ പോകണമെന്ന് പറയുമ്പോൾ വീട്ടിലേക്ക് പോകാൻ അയക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിനടുത്ത് നടക്കുന്ന അമ്പലത്തിലെ പരിപാടികൾക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങൾ നടക്കുമ്പോൾ അവിടേക്കൊന്നും പോകാൻ അയക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതൊരു കാരണമാക്കി എടുത്ത് നിങ്ങളുടെ വീട്ടിൽ പോയിരിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? അതൊക്കെ ഒരു കാരണമാണോ? പിന്നെ അതേപോലെ ഭർത്താവ് നിങ്ങളെ ഒന്നും പറയുകയോ ഒന്നും ചെയ്യാതെ ഭർത്താവിൻ്റെ നാട്ടിലുള്ള എല്ലാവരെയും വിളിച്ചുകൊണ്ട് ഭർത്താവിനെക്കുറിച്ച് വളരെ മോശമായ വാക്കുകൾ നിങ്ങൾ സംസാരിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് ഭർത്താവിനോടൊപ്പം ജീവിക്കാൻ താല്പര്യം കാണിക്കാതെ പോകുന്നു, എന്നിട്ട് ഭർത്താവിനെക്കുറിച്ച് കുറ്റങ്ങളെല്ലാം പറയുന്നതിൽ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? തുടർന്നും ഭർത്താവിനോടൊപ്പം സന്തോഷകരമായി ജീവിക്കണം, ഇതെൻ്റെ ഭർത്താവാണ് എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ട്, നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അപ്പോൾ ആ വ്യക്തിയോടൊപ്പം തുടർന്നും സന്തോഷകരമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ മറ്റുള്ളവരോട്, നാട്ടുകാരോട് ഇത്രയും കുറ്റവും കുറവും പറഞ്ഞ് അവരെ ഒന്നുമല്ലാതെ ഒരു തരം താഴ്ത്തി കാണുന്നത് എന്തുകൊണ്ടാണ്? ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെക്കുറിച്ച് ഒരിക്കലും നിങ്ങൾ തരം താഴ്ത്തി നാട്ടിലുള്ള എല്ലാവരെയും വിളിച്ചുകൊണ്ട് പറയാൻ നിൽക്കില്ല. ഭർത്താവ് ചെയ്യാത്ത കാര്യങ്ങൾ വരെ നിങ്ങൾ ചെയ്തു എന്ന് പറയുകയില്ല. ഭർത്താവ് നിങ്ങളോട് ഒന്നും ചെയ്യാതെ നിങ്ങളെ തല്ലി അടിച്ചു, നിങ്ങൾക്ക് ഭക്ഷണം തരുന്നില്ല, അങ്ങനെ പലതരത്തിലുള്ള കാരണങ്ങൾ എന്തിനാ അങ്ങനെ നുണയായിട്ട് പറയുന്നത്? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ സന്തോഷകരമായിട്ടാണ് ജീവിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ സന്തോഷകരമായി തുടർന്നും ജീവിക്കുക. പിണക്കങ്ങളും ഒന്നും കൊണ്ട് നമ്മൾക്കൊന്നും നേടിയെടുക്കാൻ സാധിക്കില്ല.
അതിനേക്കാൾ നല്ലത് പിണക്കങ്ങൾ ഇല്ലാതെ ഇണക്കങ്ങളായി അതിനുള്ള നമ്മൾ കാര്യങ്ങളാണ് കണ്ടെത്തേണ്ടത്. എങ്ങനെ ഇണങ്ങാം, എങ്ങനെ സന്തോഷകരമായി ജീവിക്കാം എന്നുള്ളത്. അല്ലാതെ ഓരോ പിണക്കങ്ങൾ, ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുണ്ടാക്കുന്നതിനേക്കാൾ നല്ലത് അതിൽ കൂടുതൽ സന്തോഷത്തോടെ എങ്ങനെ ജീവിക്കുക എന്നുള്ളത് ആഗ്രഹിച്ച് സന്തോഷത്തോടെ ജീവിക്കാനാണ് നിങ്ങൾ തുടർന്ന് നിൽക്കേണ്ടത്. സമൂഹത്തിലുള്ളവരോട് നിങ്ങൾ എൻ്റെ കഴുത്തിൽ താലിയുണ്ട്, ഞാൻ ആ വ്യക്തിയെ ജീവന് തുല്യമാണ് കാണുന്നത് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വർഷങ്ങളായി നിങ്ങളുടെ വീട്ടിൽ പോയി ഇരുന്ന് താലിയും കാണിച്ച് ഞാൻ ആ വ്യക്തിയെ ജീവന് തുല്യമാണ് കാണുന്നത്, ഇതാ കണ്ടോ എൻ്റെ കഴുത്തിൽ താലി എന്ന് പറഞ്ഞ് കാണിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? അങ്ങനെ നിങ്ങൾ ജീവന് തുല്യം കാണുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയോടൊപ്പം തുടർന്ന് സന്തോഷകരമായി ജീവിക്കുകയല്ലേ വേണ്ടത്. അല്ലാതെ ആ വ്യക്തിയോടൊപ്പം സന്തോഷകരമായി ജീവിക്കാതെ നിങ്ങൾ അകന്നു നിന്നുകൊണ്ട് ഞാൻ ദൈവത്തിന് തുല്യം ആളെ കാണുന്നു, ഞാൻ ഈ ആള് കെട്ടിയ താലിയും ദൈവത്തിന് തുല്യമാണ് കാണുന്നത് എന്ന് പറഞ്ഞ് മറ്റുള്ളവരുടെ മുമ്പിൽ കാണിച്ച് പറയുന്നതിന് എന്തർത്ഥമാണുള്ളത്? അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനെ ദൈവത്തിന് തുല്യമായി കാണുകയും നിങ്ങളുടെ കഴുത്തിൽ കെട്ടിയ താലിയെ നിങ്ങൾ ദൈവത്തിന് തുല്യമായിട്ട് കാണുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആ ഭർത്താവിനോടൊപ്പം സന്തോഷകരമായി ജീവിക്കുകയല്ലേ വേണ്ടത് തുടർന്നു. അല്ലാതെ വാശിയും ദേഷ്യവും വൈരാഗ്യവും ഒക്കെ കാണിച്ച് ഉള്ള ജീവിതം കുറച്ചേ ഉള്ളൂ, പക്ഷെ ആ ജീവിതം ഫുള്ളും നിങ്ങളുടെ വീട്ടിൽ തന്നെ കഴിയുകയും ചെയ്ത് ഒരു കഴുത്തിൽ താലിയും ഇട്ട് ഇതാ എൻ്റെ താലി ഭർത്താവ് കെട്ടിയത് എന്നും പറഞ്ഞ് കാണിച്ചിട്ട് എന്തർത്ഥമാവുള്ളത്? അതൊരു ജീവിതമാകുന്നില്ലല്ലോ. അപ്പോൾ ഇനിയെങ്കിലും അങ്ങനെയൊന്നും ചെയ്യാതെ സന്തോഷകരമായി നിങ്ങൾ ഓരോരുത്തരും ഭർത്താവിനോടൊപ്പം സന്തോഷകരമായി ജീവിക്കുക. പഴയകാലത്തെ ആൾക്കാരൊക്കെ 120 130 വയസ്സ് വരെയൊക്കെ ജീവിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് വളരെ ചുരുങ്ങിയ ജീവിതം മാത്രമേ ഉള്ളൂ. അതിൻ്റെ നേരെ പകുതി പോലും കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇന്ന് ഉള്ള തലമുറയ്ക്ക്. ഇനിയുള്ള തലമുറയ്ക്ക് അത്രയും ഉണ്ടാകില്ല. ഇന്ന് 60 വയസ്സ് വരെ ജീവിക്കുന്നുണ്ടെങ്കിൽ ഇനി 40 വയസ്സോ 30 വയസ്സൊക്കെ ആയി മാറും ഇനിയുള്ള തലമുറകൾ. അപ്പോൾ അവിടെ ദേഷ്യവും വാശിയും കാണിച്ച് ആ ഉള്ള കാലഘട്ടങ്ങൾ കളയാതെ തുടർന്ന് എങ്ങനെ സന്തോഷകരമായി ജീവിക്കാം എന്ന് നമ്മൾ കണ്ടെത്തിക്കൊണ്ട് സന്തോഷകരമായി ജീവിക്കാൻ ഓരോരുത്തരും ശ്രമിക്കുക. അല്ലാതെ ഉള്ള ജീവിതം ഒരു ഭർത്താവിനോടൊപ്പം ജീവിക്കാൻ താല്പര്യം കാണിക്കാതെ വാശിയും ദേഷ്യവും വൈരാഗ്യവും കാണിച്ചുകൊണ്ട് വെറുതെ പാഴാക്കി കളയരുത് ഓരോരുത്തരും. ഒരു മകളുള്ളവർ പോലും ഇത്തരത്തിലൊക്കെ കാണിച്ചു കൊണ്ടാണ് ഇരിക്കുന്നത്. നിങ്ങളൊന്നും ഓർക്കണം, നിങ്ങളുടെ മാതാപിതാക്കളൊക്കെ ഇന്നുണ്ട്, നാളെ അവരൊക്കെ എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടായെന്ന് വരില്ല. അപ്പോൾ നാളെ നിങ്ങൾ എന്തെങ്കിലും ഒരു വയ്യായ വന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യം വന്നോ ഒരാളും നിങ്ങളുടെ അടുത്തില്ലാതെ ആകുമ്പോൾ നിങ്ങൾ ചിന്തിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പോൾ ഈ നഷ്ടപ്പെട്ടു പോയതൊന്നും നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ കഴിയില്ല. അതിനേക്കാൾ നല്ലത് ഉള്ളത് നഷ്ടപ്പെടുത്താതെ ഉള്ളതും കൊണ്ട് സന്തോഷകരമായി ജീവിക്കാനല്ലേ ശ്രമിക്കേണ്ടത്. അപ്പം നമ്മുടെ കയ്യിൽ ഒരു 10 ഉറുപ്പ്യ ഉണ്ടെങ്കിൽ ആ 10 ഉറുപ്പ്യയിൽ നമ്മൾ 10 ഉറുപ്പ്യയും ചിലവാക്കാതെ ഒരു 2 ഉറുപ്പ്യോ അല്ലെങ്കിൽ ഒരു 5 ഉറുപ്പ്യ ചിലവാക്കി 5 ഉറുപ്പ്യ നമ്മൾ മിച്ചം വയ്ക്കാൻ ശ്രമിക്കണം. കാരണം എപ്പോഴാണ് നമ്മൾക്ക് പെട്ടെന്നൊരു വയ്യായ വരുന്നത് അല്ലെങ്കിൽ എപ്പോഴാണ് ഒരു ആവശ്യം വരുന്നത് എന്ന് ആർക്കും പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ അതെടുത്ത് ചിലവാക്കാം. പെട്ടെന്നൊരു ആവശ്യത്തിന് പോയി ചിലപ്പോൾ ആരോടെങ്കിലും ചോദിച്ചാൽ കിട്ടിയെന്ന് വരില്ല. അതേപോലെയാണ് ഒരു ജീവിതം എന്ന് പറയുന്നത്. നമ്മൾക്ക് ആവശ്യം വരുമ്പോൾ പോയി തേടി കണ്ടെത്താൻ നിന്നാൽ കിട്ടില്ല. അപ്പോൾ ഉള്ളതിനെ കളയാതെ അതിനെ നല്ല രീതിയിൽ നിലനിർത്തിക്കൊണ്ട് പോകാനാണ് ശ്രമിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചെറിയ വീഡിയോ ഇവിടെ നിർത്തുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. വേറെ ഒരു വീഡിയോയുമായി വീണ്ടും വരാം. ഓക്കെ, ബൈ ബൈ.